ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോളോ വേഴ്സസ് ഡുവോ റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു മാച്ച് കളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു നൻപൻ്റെ അക്കൗണ്ടിലാണ്. അവനാണെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് എന്താണുള്ള അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലായിരിക്കും ഇനി മുതൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതുപോലെ ഉടനെ തന്നെ നമ്മൾ ഈ അക്കൗണ്ടിൻ്റെ നെയിമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഗെയിമിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അതായത് വേറൊന്നും കൊണ്ടല്ല, ലാഗിഷ് കൊണ്ട് തന്നെയാണ്. അതായത് നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുക ഇപ്പോൾ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് നല്ലൊരു ഡിവൈസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ പഴയ പോലെ ഗെയിം കളിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ സ്മൂത്തിലിട്ടാണ് കളിക്കുന്നതെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ അൾട്രയിലിട്ട് നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്ത് നല്ല ക്വാളിറ്റി ഗെയിം പ്ലേസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ പതുക്കെ ഫോണും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അതൊക്കെ പഴയ പോലെ സെറ്റാക്കാനായിട്ട് നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സെക്കൻഡ് ചാനലിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പലർക്കും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന അതേ വീഡിയോസ് തന്നെ സെക്കൻഡ് ചാനലിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മാക്സിമം പറ്റുന്നവരൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിലൂടെ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗെയിം പ്ലേയിലോട്ട് പോയേക്കാം. അങ്ങനെ നമ്മുടെ പീക്കിലോട് ഞാൻ എന്താണെങ്കിലും കയറി വന്നിട്ടുണ്ട്. ഇവിടെ P90 കിടപ്പുണ്ടായിരുന്നു. P90 എന്താണെങ്കിലും കൊള്ളാം. ഞാനങ്ങനെ P90 എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു എനിമി അവനായിട്ട് അടിക്കാനായിട്ട് നോക്കിയപ്പോൾ അവന്മാർ രണ്ടും ഒരുമിച്ചായിരുന്നു. നല്ല രീതിയിൽ ഡാമേജ് എനിക്കിട്ട് വന്നു. പെട്ടെന്ന് കുറച്ചൊന്ന് വലിഞ്ഞ് നിന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ സൈഡിൽ വേറെ ഒരുത്തിനോട് വരുന്നുണ്ടായിരുന്നു. അവന്മാർ അവനെ അടിച്ച് നോക്ക് ചെയ്തു. ഒരുത്തിനോട് ഞാൻ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. ഇതേ ഒരുത്തൻ റഷീദ് എൻ്റെ അടുത്തോട്ട് വന്നാണ് അവനെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഒരുത്തനത് ആ ഒരു വാതിലിൻ്റെ അവിടെ തലയും കാണിച്ചുകൊണ്ട് നിൽക്കുന്നു. ഒന്നും നോക്കിയില്ല, ഒരൊറ്റ ഷോട്ട് തലയടിച്ച് പൊളിച്ച് 129 ഒരു ഹെഡ് ഷോട്ടോടെ കൊടുത്തിട്ട് നമ്മൾ 3 കില്ല് എടുത്തിട്ടുണ്ട്. ഒരു കില്ല് ചുമ്മാ ഓസിന് കിട്ടി. അവന്മാരടിച്ച് നോക്ക് ചെയ്തിട്ട കില്ല് ഞാൻ നൈസായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും 3 കില്ലായി. ഇനി 27 അലൈവ് കൂടെ ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പീക്കിൽ ഇനി ഇഷ്ടം പോലെ എനിമീസ് ഉണ്ടായിരുന്നു. അവന്മാരെയും കൂടെ അടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാൻ അവന്മാർ എവിടെയാണെന്ന് നോക്കുവാണ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതേ തൊട്ട് ഫ്രണ്ടിലായിട്ട് അടുത്ത് നിൽക്കുന്നു. നല്ല രീതിയിൽ ഡാമേജ് നമ്മുടെ P90 വെച്ച് കൊടുത്തിട്ട് അവനെ എന്തായാലും നോക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീക്കിലെ ആ ഒരു വലിയ വീടിൻ്റെ മുകളിലായിട്ട് ഒരുത്തനുണ്ടായിരുന്നു. അവനാണെങ്കിൽ നമുക്കിട്ട് നല്ല രീതിയിൽ ഡാമേജ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അപ്പുറമുള്ള വേറെ ആർക്കട്ടും അടിക്കുവാണെന്ന് വിചാരിച്ചു. നമ്മുടെ രണ്ട് സൈഡിലും ഇപ്പോൾ എനിമീസാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ബാക്ക് വഴി കറങ്ങിപ്പോയിട്ട് അവന്മാരെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ എന്തായാലും ഇവിടെ വന്നു. അങ്ങനെ കറങ്ങി നേരെ ഇവിടെ വന്നപ്പോഴത്തേക്കും തൊട്ട് ഫ്രണ്ടിൽ ആ ഒരു മരത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു എനിമി നിൽക്കുന്ന പോലെ തോന്നി. സ്കോപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവനവിടെ നോക്കായിട്ടില്ല. ആൾ നെറ്റ് പോയി നിൽക്കുന്നതാണോ എന്നൊരു ഡൗട്ടും ഉണ്ടായിരുന്നു. എന്തായാലും ഒന്നുകൂടെ ഒന്ന് സ്കോപ്പ് ചെയ്തിട്ട് അടിച്ച് നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും സ്കോപ്പ് ചെയ്ത് അടിച്ച് 2 ഷോട്ടിൽ തന്നെ ആളെന്തായാലും നോക്കായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു. നേരെ ഫ്രണ്ടിൽ ആ ഒരു റിവൈവൽ പോയിൻറ്റിൻ്റെ അവിടെയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. നൈസായിട്ട് അവനെയും കൂടെ അടിക്കാന്നുള്ള രീതിയിൽ സ്കോപ്പ് ചെയ്തിട്ട് കുറച്ച് ഡാമേജ് കൂടെ കൊടുത്തിട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോൾ ഇതേ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരുത്തൻ വന്ന് ഇറങ്ങി. അവനിട്ട് ഇതേ കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് അവനും അങ്ങോട്ട് ഓടിപ്പോയി. ഇനി നേരെ കയറി ചെന്ന് അടിക്കുന്ന എന്തായാലും മണ്ടത്തരമാണ്. കാരണം ഇതിൻ്റെ ടോപ്പിലുള്ളവൻ നമ്മളെ അടിച്ച് എന്തായാലും തീർക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഈ ടോപ്പിലുള്ളവനെ എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അവനെ ഒന്ന് ഓപ്പണിൽ കിട്ടാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഓപ്പണിൽ കിട്ടിയത് ആ ടൈമിൽ തന്നെ ഒരു ഹെഡ് ഷോട്ട് കൊടുത്ത് അവൻ്റെ തലയടിച്ച് പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ കയറി വന്നപ്പോഴത്തേക്ക് ഇതേ അവിടെ ഒരുത്തൻ നോക്കായിട്ട് കിടക്കുന്നു. നൈസായിട്ട് ഒരു കില്ലൂടെ അങ്ങനെ ഓസിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവനെയും കൂടെ ഫിനിഷ് ചെയ്തിട്ട് നേരെ ഇപ്പുറത്തോട്ട് വരുവാണ്. ഇപ്പോൾ ഇവിടെ ആയിട്ട് ഒരുത്തനുണ്ടായിരുന്നു. അവനാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് ഇതേ റഷീദ് വരുന്നുണ്ടായിരുന്നു. നേരെ കയറി ചെന്ന് നമ്മുടെ P90 എടുത്തിട്ട് നല്ല രീതിയിൽ ഡാമേജ് ഹെഡ് ഷോട്ടും കൊടുത്തിട്ട് അവനെ എന്തായാലും നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളിത് ഡബിൾ വെക്ടറൊക്കെ ആയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവൻ്റെ ടീമേറ്റ് ആണെങ്കിൽ തൊട്ടപ്പുറമായിട്ട് കിടപ്പുണ്ടായിരുന്നു. അവനെയും കൂടെ ഫിനിഷ് ചെയ്തിട്ട് എന്തായാലും നമ്മൾ 8 കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പീക്കിൽ വെച്ചിട്ട് തന്നെ നമുക്ക് 8 കില്ല് എടുക്കാനായിട്ട് പറ്റി. അതിനുശേഷം ഞാൻ നേരെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു എനിമി ഇത് ആ ഒരു ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നേരെ കയറി വരുന്നുണ്ടായിരുന്നു. കുറച്ച് ഡാമേജ് കൊടുത്തു. പെട്ടെന്ന് തന്നെ അവൻ എന്തായാലും ഗ്ലൂ വാൾ ഇട്ടു. വെയിറ്റ് ചെയ്യുന്നില്ല, നേരെ റഷ് ചെയ്ത് അടിക്കാന്നുള്ള രീതിയിൽ ഞാൻ നേരെ കയറി ചെന്നിട്ട് നമ്മുടെ P90 എടുത്തിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. ഹെഡൊന്നും കയറിയില്ലെങ്കിൽ പോലും ആദ്യം കുറച്ച് ഡാമേജ് കൊടുത്തുകൊണ്ട് തന്നെ അവനെ എന്തായാലും ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ പെട്ടെന്ന് തന്നെ അവൻ്റെ ലൂട്ട് ബോക്സൂടെ ലൂട്ട് ചെയ്തിട്ട് അവൻ്റെ ടീമേറ്റ് തൊട്ട് താഴെയായിട്ട് എവിടെയെങ്കിലും കാണുമെന്നുള്ള രീതിയിൽ താഴോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ എന്തായാലും താഴോട്ട് പോവുകയാണ്. അങ്ങനെ നേരെ താഴെ വന്നപ്പോഴത്തേക്കും സൈഡിലായിട്ട് ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്ന പോലെ തോന്നി. അതെന്തായാലും നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ വന്നപ്പോഴത്തേക്കും നെറ്റ് പോയി നിൽക്കുന്ന ഒരു എനിമീനെ വണ്ടിയിൽ വന്ന ഒരു എനിമിയാണെങ്കിൽ ഇറങ്ങി ഇടിച്ചു കൊല്ലാനായിട്ട് നോക്കുമായിരുന്നു. അങ്ങനെ അവൻ്റെ തലയടിച്ച് പൊളിച്ചിട്ട് അവനാണെങ്കിൽ ഇടിച്ച് നോക്കാക്കിയിട്ട ആ ഒരു കില്ലോടെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ 11 കില്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പെട്ടെന്ന് ഈ ഒരു ലൂട്ട് ബോക്സൂടെ ഒക്കെ ലൂട്ട് ചെയ്തിട്ട് നമുക്കെന്താണ് അടുത്ത എനിമി എവിടെയാണെന്ന് നോക്കുക എന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും അടുത്ത എനിമീനെ തപ്പി പോവുകയാണ്. അങ്ങനെ നേരെ ഈ ഒരു താഴ്ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു എനിമി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നമ്മുടെ UMP ഇട്ടിട്ട് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവൻ നോക്കായില്ല. പിന്നെ പെട്ടെന്ന് ഞാൻ അടിച്ച ഗണ്ണും കാര്യങ്ങളൊക്കെ മാറിപ്പോയി. അവസാനം വുഡ് പെക്കർ ഇട്ടിട്ട് എന്തായാലും അവനെ കില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ 12 കില്ല് അങ്ങനെ എടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഉള്ളത് 12 അലയുമാണ്. അതുപോലെ തന്നെ 12 കില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ടുമുണ്ട്. പെട്ടെന്ന് ഈ ഒരു ലൂട്ട് ബോക്സ് ഒക്കെ ലൂട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത എനിമീനെ തപ്പി പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി നേരെ അടുത്ത എനിമീനെ തപ്പി വന്നപ്പോഴത്തേക്കും മുകളിലായിട്ടൊരു സ്കാനർ കണ്ടു. അപ്പോൾ ആ സ്കാനറിൻ്റെ അവിടെ എന്താണല്ലോ എനിമി ഉണ്ട്, ഒരുത്തനേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കയറിപ്പോയിട്ട് അവനെ അടിക്കാന്നുള്ള രീതിയിൽ ഞാൻ മുകളിലോട്ട് എന്താണെങ്കിലും കയറി പോവാണ്. അപ്പോൾ അവൻ്റെ ടീമേറ്റ് അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നോക്കാമെന്ന് വിചാരിച്ച് നേരെ ഇവിടെ വന്നപ്പോൾ ആ ഒരു വീടിൻ്റെ അകത്തുനിന്ന് അവൻ്റെ ചാടി വരുന്നു. നമ്മുടെ UMP ഇട്ടിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്കും ഹെഡൊന്നും കയറിയില്ല. പിന്നെ നേരെ കയറി ചെന്ന് അടിക്കാന്നുള്ള രീതിയിൽ കയറി ചെന്നപ്പോഴത്തേക്കും അവനാണെങ്കിൽ നല്ല രീതിയിൽ ഡാമേജ് എനിക്കിട്ട് തന്നു. പെട്ടെന്ന് നമ്മുടെ അലോക്ക് ഇട്ടിട്ട് ഇവിടെ നിന്ന് വലിഞ്ഞ് കറങ്ങി ചെന്ന് അടിക്കാന്നുള്ള രീതിയിൽ കറങ്ങി ചെന്ന് അവൻ്റെ തലയടിച്ച് എന്താണെങ്കിലും പൊളിച്ച് അവനെ നോക്കിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എന്താണല്ലോ ആ ഒരു കില്ലൂടെ അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് ആ ഒരു കില്ലും അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താണ് നമുക്കിപ്പോൾ 13 കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 10 അലയോടെ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഈ ഒരു കളി ബൂയ അടിക്കണം. അവൻ്റെ ടീമേറ്റ് ഇത് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇനി നമുക്ക് പീക്കിലോട്ട് പോയിട്ട് എനിമീനെ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ ഇവിടെ വന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താണ് ഒരുത്തന് ഇതേ സൈഡിൽ നിന്ന് ഓടി വരുന്നു. ഒന്നും നോക്കിയില്ല, നമ്മുടെ UMP എടുത്ത് അവൻ്റെ തലയങ്ങ് അടിച്ച് പൊളിച്ച് അവനെ നോക്കി ചെയ്തിട്ടുണ്ട്. അവനാണെങ്കിൽ ഇതേ ആ ഒരു ഇൻഹേലറൊക്കെ യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി റിവൈവ് ആകാനായിട്ടൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് ഇതേ അടുത്തോട്ട് റഷ് ചെയ്ത് തന്നു. അവനിട്ട് കുറേ കുത്തി പിടിച്ചെങ്കിലും അവനെ കൊല്ലാനായിട്ട് പറ്റിയില്ല. പിന്നെ ആണെങ്കിൽ അവൻ പുറത്തോട്ട് ഇറങ്ങി ഓടാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. ഇറങ്ങി ചെന്നിട്ട് അവൻ്റെയും കൂടെ തലയങ്ങ് അടിച്ച് പൊളിച്ച് നമ്മളിതേ 15 കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രയാണ് 6 അലയും കൂടെ ഉള്ളൂ. പെട്ടെന്ന് ഈ ഒരു ലൂട്ട് ബോക്സ് ഒക്കെ ലൂട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത എനിമീസും കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ച് എന്താണ് ആ ഒരു ലൂട്ട് ബോക്സ് ഒക്കെ ലൂട്ട് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇതേ വൻ ഫൈറ്റ്. അവനിട്ട് കുറേ ഡാമേജ് കൊടുക്കാനായിട്ട് നോക്കി. അങ്ങനെ അവസാനം അവനെ എന്തായാലും നോക്കി ചെയ്ത ടൈമിൽ എനിക്കിട്ട് നല്ല രീതിയിൽ ഡാമേജ് കിട്ടി. അപ്പോൾ അവൻ്റെ ടീമേറ്റ് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു കില്ല് ഞാൻ എന്തായാലും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ 16ാമത്തെ കില്ല് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മെഡ്കിറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് താഴെയുള്ളവന്മാരെ അടിക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഗ്ലൂ വാൾ പൊട്ടിക്കാനായിട്ട് നോക്കി. പക്ഷേ നടന്നില്ല. അപ്പോൾ എന്താണ് താഴെ വേറെ എനിമീസ് ഉണ്ട്, അവിടെ വേറെ ഫൈറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്രനേഡ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ഗ്രനേഡ് ഇട്ട് നോക്കി. പക്ഷേ ആ ഗ്രനേഡിലൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല, ഡാമേജ് ഒന്നും കയറിയില്ല. പിന്നെ നോക്കിയപ്പോൾ ഇതേ ഒരുത്തൻ താഴോട്ട് ഇടുന്നു. നമ്മുടെ വുഡ് പെക്കർ വെച്ചിട്ട് അവനായിട്ട് അടിക്കാനായിട്ട് നോക്കി. ഒരു ഷോട്ട് കിട്ടിയത് അവൻ എന്തായാലും അവിടെ ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവനെ നോക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനി സൈഡിലായിട്ട് വേറെ 2 പേരും ഇവിടെ ഉണ്ടായിരുന്നു. അവന്മാരെങ്കിലും എടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് സോണും വരാനായിട്ട് തുടങ്ങി. പിന്നെ ഇവിടെ വന്ന് അടിക്കുന്ന എന്തായാലും മണ്ടത്തരമാണ്. നമുക്ക് സേഫായിട്ട് എവിടെയെങ്കിലും കയറി നിന്നിട്ട് ഇവന്മാരെ എന്തായാലും ലാസ്റ്റ് എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് ഇവിടുന്ന് വിട്ടു പോകാനായിട്ട് നോക്കുവാണ്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ അവന്മാർ 2 ഉണ്ടായിരുന്നു. സോണും വന്നും കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മണ്ടത്തരമാണ്. അവന്മാർ അടിച്ച് നമ്മളെ കൊല്ലും. അങ്ങനെ എന്താണ് ഇത്രയും കില്ലടിച്ചിട്ട് ഈ കളി ബൂയ അടിക്കാതെ പോയ മണ്ടത്തരമാകും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ബൂയ അടിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഗ്ലൂ ഒക്കെ ഇട്ട് എന്തായാലും മെഡ്കിറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുവാണ്. അവന്മാരും എന്താണല്ലോ അപ്പുറത്ത് വഴി കറങ്ങി നേരെ സോണിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവന്മാർ ഇത് ആ ഒരു വീടിൻ്റെ ടോപ്പിലായിട്ട് ആ ഒരു ഗ്യാരേജിൻ്റെ ടോപ്പിലായിട്ട് ഇതേ നിൽക്കുന്നു. ഞാൻ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് ഒരുത്തന്നെ എന്തായാലും നോക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടീമേറ്റും അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അവനെ എന്തായാലും പൊക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തായാലും സേഫായിട്ട് സോണിലോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് നേരെ ഫ്രണ്ടിലോട്ട് കയറി വന്നു. അപ്പോൾ അവന്മാർ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഒരുത്തരുണ്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവന്മാർ എന്നെ അടിച്ചു കൊല്ലുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് കിട്ടുമോ എന്ന് പേടിച്ച് എന്തായാലും ഓടി ഒരു വിധത്തിൽ ഇതിൻ്റെ അടിയിൽ വന്നു. ഇപ്പോൾ 2 അവന്മാരും ഇതിൻ്റെ മുകളിൽ തന്നെയാണ്. അവന്മാർ താഴെ എന്തായാലും ഇറങ്ങി വരുമായിരിക്കും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കുവാണ്. അങ്ങനെ എന്താണ് ഇവിടെ നിന്നോണ്ടിരുന്ന ടൈമിൽ തന്നെ ഒരുത്തനാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് ചാടി വന്നു. ആ ഒരു ചാടി വന്നത് ഞാൻ കണ്ടുപോലും ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ UMP ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് അവനെ അടിച്ച് നോക്കി ചെയ്തിട്ട് ആ ഒരു കില്ലും അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കില്ലും അങ്ങ് ഫിനിഷ് ചെയ്തപ്പോൾ മറ്റവനോട് അതേ ചാടി വന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ഗ്ലൂ വാൾ ഇട്ടിട്ട് വലിഞ്ഞിട്ട് ഈ ഒരു സൈഡ് വഴി പോയിട്ട് അവനായിട്ട് അടിക്കാന്നുള്ള രീതിയിൽ ഇവിടെ വന്നിട്ട് വുഡ് പെക്കർ എടുത്തിട്ട് അവനെ ഓപ്പണിങ് കിട്ടിയപ്പോൾ അടിക്കാൻ നോക്കിയതാണ്. ഹെഡൊന്നും കയറിയില്ല, 65 ഷോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. ഇനി പെട്ടെന്ന് തന്നെ ഈ ഒരു സൈഡ് വഴി കറങ്ങി പോയിട്ട് അവനെ അടിക്കാന്നുള്ള രീതിയിൽ നേരെ എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഫൈറ്റ് തുടങ്ങുന്നത്. പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന ഈ ഒരു ഗ്രനേഡും കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞപ്പോൾ തന്നെ അവനിട്ട് നല്ല രീതിയിൽ ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നേരെ റഷ് ചെയ്ത് പോയിട്ട് അവനെ അടിക്കാന്നുള്ള രീതിയിൽ കയറി വന്ന് അടിച്ചപ്പോഴത്തേക്കും അവൻ ആ ഒരു ബാക്കിൽ ഗ്ലൂട്ട് വലിഞ്ഞിരുന്നു. പിന്നെ എന്തായാലും കയറി ചെന്ന് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും ആളെ എന്തായാലും തീർക്കാനായിട്ട് പറ്റി. അങ്ങനെ 18 കില്ലടിച്ച് നമ്മളിത് ഈ ഒരു മാച്ച് വേറെ ലെവലായിട്ട് തന്നെ ബൂയ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത്രയും ഡാമേജ് കൊടുത്തും കൊണ്ട് ജസ്റ്റ് കയറി ചെന്നൊന്നും തൊടേണ്ട മാത്രമേ വന്നുള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും വേറെ ലെവൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.